Hi friends, welcome back to our channel. ഒന്നാം ക്ലാസ്സിന്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 10 ഡോൾസ്. അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് 10ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഡോൾസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അപ്പൊ ഇതിന് മുന്നുള്ള എല്ലാ യൂണിറ്റും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സെബി ആൻഡ് ജോജി ആർ റിട്ടേണിംഗ് ഹോം ആഫ്റ്റർ സെല്ലിംഗ് ഡോൾസ്. അപ്പൊ എന്താണ് സെബിയും അതുപോലെ ജോജിയും എന്താണ് ഈ പാവകളിനെ ഡോൾസിനെ വിറ്റിട്ട് വീട്ടിലേക്ക് പോവാണ്. Okay, അപ്പൊ picture നോക്കുക. Today's sale is not bad. Yes, half the dolls sold and 10 dolls left. അപ്പൊ എന്താണ് ഇന്നത്തെ സെയിൽ എന്താ അത്ര മോശമൊന്നല്ല എന്ന് പറയാണ്. അപ്പൊ അടുത്ത ആൾ എന്താണ് പറയുന്നത്? ജോജി എന്താ പറയുന്നത്? Yes, half the dolls sold. അപ്പൊ എന്താണ് പകുതി നമ്മൾ വിറ്റു, ഇനി 10 മാത്രമാണ് ബാക്കിയുള്ളൂ എന്ന് പറയാണ്. How many dolls did they bring? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എത്ര ഡോൾസ് ആണ് അവര് കൊടുത്തത്? അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് half the dolls sold and 10 dolls left. എന്താ പറയുന്നത്? നമ്മൾ കൊടുന്നതിൽ പകുതി നമ്മൾ വിറ്റു, ബാക്കി പകുതി എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ എത്ര ടോട്ടൽ അവർ എത്ര കൊടുത്തിട്ടുണ്ടാവും? How many dolls did they bring for the sale എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20 ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? ഇപ്പൊ അവരുടെ കയ്യിൽ 10 ആണ്, പകുതി അവര് വിറ്റു എന്ന് പറഞ്ഞു. അപ്പൊ പകുതി അവര് വിറ്റു എന്ന് പറഞ്ഞാല് ഒരു 10 കൂടി. അപ്പൊ 10 + 10 20. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. Just 2 days for Puram. We must make many dolls. Can we do it? അപ്പൊ എന്താണ് we will? അപ്പൊ എന്താണ് ഈ ആ ഫാമിലി ഉണ്ടല്ലോ, ഈ സെബിയുടെയും ജോജിയുടെയും നമ്മള് പാവം വിൽക്കണ ആ ഫാമിലി ഉണ്ടല്ലോ, അപ്പൊ അവരെന്താ ഡോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് 2 ദിവസമുള്ള പൂരത്തിന്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഡോൾസ് ഉണ്ടാക്കണം. നമുക്കത് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ നമുക്കത് പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഉണ്ടാക്കാണ്. ഓക്കെ, see the number of dolls they made in 2 days. അപ്പൊ 2 ഡേയ്സിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഡോളിന്റെ കണക്ക് നമുക്ക് നോക്കാം. അപ്പൊ എത്രയാണ്? 12. ഓക്കെ, how many dolls did they make in all? ടോട്ടൽ അവർ എത്ര ഉണ്ടാക്കി? 12ഉം 6ഉം 10 + 2 + 6 is equal to 10 + 8 is equal to 18. അപ്പൊ എന്താണ് 12 + 6? 12 + 6 എന്ന് പറഞ്ഞാല് 12ന്റെ കൂടെ 6 കൂട്ടുക. 6 കഴിഞ്ഞ 7, 8, 18. അത് പറഞ്ഞാലും അത് ഈക്വൽ ടു ആണ് എന്തിനോട്? 10 + 2 + 6നോട്. 10 + 2 + 6 എന്ന് പറഞ്ഞാലും എത്രയാണ്? 6, 7, 8, 18 ആണ്. അത് തന്നെ എന്തിനോട് ഈക്വൽ ആണ്? 10 + 8നോട് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ എഴുതാം 18. സെക്കൻഡ് ഡേയിലാണെങ്കിലോ? സെക്കൻഡ് ഡേയിലാണെങ്കിൽ 11 + 7 ഡോൾസ് ആണ്. അപ്പൊ 7 കഴിഞ്ഞ 8, 1 ഇറക്കിയിട്ട് 18. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അത് തന്നെയാണ് ഇതിനോട് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പൊ 7 + 11 പറയുന്നത് 18 ആണ്. ആ 18 തന്നെയാണ് നമുക്ക് 7ഉം 10ഉം 1ഉം കൂടി കൂട്ടിയാൽ കിട്ടാൻ. നോക്കി നോക്കാം. 7 + 10 + 1. 7 കഴിഞ്ഞ 8, 1 ഇറക്കിയിട്ടു 18. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഡേ 18 ആണ്. ഓക്കെ, I did like this. 7 + 11 is equal to 7 + 10 + 1 is equal to 70 + 1 is equal to 18. അപ്പൊ എങ്ങനെയാണ് ഈ കുട്ടി എങ്ങനെയാണ് ഇത് കണക്ക് കൂട്ടുന്നതെന്ന് വെച്ചാല് 7 + 11. ഓക്കെ, 7 + 11 അതാണ് 18 അല്ലേ? അപ്പൊ എന്താണ് 7 അങ്ങനെ തന്നെ ഇട്ടു, 11 നമ്മൾ 10 + 1 എന്നാക്കി. എന്നിട്ട് ആദ്യം ഈ കുട്ടി 7 + 10 ചെയ്തു, 17 കിട്ടി. +1 ചെയ്തപ്പോ 18 കിട്ടി. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്താലും മതി. 11 + 7 = 18. ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ഇനി did Sebi make in 2 days? അപ്പൊ ടോട്ടൽ 2 ഡേയ്സിൽ ഇവർ എന്തോരം പാവകൾ ഉണ്ടാക്കി? അപ്പൊ സെബി ഉണ്ടാക്കിയ കണക്കാണ് 12 + 7 എന്ന് കൊടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് എഴുതണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 12 + 7 നമുക്ക് എങ്ങനെ എഴുതാം? 10 +
10 പ്ലസ് 7 പ്ലസ് 2 എന്ന് എഴുതാം. ആദ്യം നമുക്ക് 12 പ്ലസ് 7 ഒന്ന് കൂട്ടി നോക്കാം. 12 പ്ലസ് 7 പറഞ്ഞാല് 7 കഴിഞ്ഞാൽ 8 9 19 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് കൂട്ടി നോക്കിയാലോ. 10 പ്ലസ് 7 പ്ലസ് 2 7 കഴിഞ്ഞാൽ 8 9 അതും 19 ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇനി നമുക്ക് ഇതുപോലെ 17 പ്ലസ് 2 എന്ന് എഴുതാം. അപ്പൊ 17 പ്ലസ് 2 ചെയ്താൽ എത്രയാണ്? 17 പ്ലസ് 2 7 കഴിഞ്ഞാൽ 8 9 1 കിട്ടും. അപ്പൊ അതും എത്രയാണ്? 19 ആണ്. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ ജോജി ഉണ്ടാക്കിയത് നമ്മൾ എഴുതണം. അപ്പൊ എങ്ങനെ എഴുതാം? നമുക്ക് 6 പ്ലസ് 11 ആണ്. അത് നമുക്ക് എന്ത് എഴുതാം? 10 പ്ലസ് 6 പ്ലസ് 1 എന്ന് എഴുതാം. അപ്പൊ ആദ്യം നമ്മൾ 11 പ്ലസ് 6 കൂട്ടി നോക്കുക. അത് കൂട്ടി നോക്കുക, നമുക്ക് 17 കിട്ടും. ഇനി നമുക്ക് 10 പ്ലസ് 6 പ്ലസ് 1 ചെയ്ത 6 7 അപ്പോഴും നമുക്ക് 17 കിട്ടും. ഇനി നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ളത് ഇവിടെ എഴുതാം. പ്ലസ് ഈ 1 ഇങ്ങോട്ട് ഇറക്കിയിടാം. ഇനി 16 പ്ലസ് 1 16 കഴിഞ്ഞാൽ 17. അപ്പൊ ഈ 17ഉം ഈ 17ഉം എന്താണ്? ഈക്വൽ ആണ്. ഇനി അടുത്തത് എന്താ? റിമൈനിങ്. അപ്പൊ അതൊക്കെ കുറച്ച് വായിച്ചു നോക്കാനുള്ളതാണ്. അത് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു പോവാം. 6 of the dolls Sebi made were solved. ആതിര bought 2 and Thomas bought 4. അപ്പൊ എന്താണ്? സെബി ഉണ്ടാക്കിയ 6 ഡോളിൽ 6 ഡോളെണ്ണം വിറ്റു. അതിൽ 2 എണ്ണം ആതിര മേടിച്ചു, 4 എണ്ണം ആര് മേടിച്ചു? 4 എണ്ണം തോമസ് മേടിച്ചു. അങ്ങനെയാണെങ്കിൽ സെബി made 12 dolls, sold 6 dolls left എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 മൈനസ് 6 6ആണ്. First subtracted from, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. After the sale ശേഷം 40 dolls of the 90 Sebi made were sold and 50 dolls of the 70 Joji made were sold. How many dolls were left? അപ്പൊ എന്താ പറയുന്നത്? നമുക്കൊന്ന് ചെറുതാക്കി നോക്കാം. ഓക്കെ, നോക്കാം. എന്താണ് സെബി ഉണ്ടാക്കി? സെബി എത്ര എണ്ണം ഉണ്ടാക്കി എന്ന് വെച്ചാല് സെബി 19 എണ്ണം ഉണ്ടാക്കി. ഡോൾ സെബി മേഡ് എന്ന് പറയുന്നത് 19 ആണ്. ഓക്കെ, ഇനി അതിൽ എത്ര എണ്ണം സോൾവ് ചെയ്തത്? 14 എണ്ണാണ്. അങ്ങനെയാണെങ്കിൽ ഡോൾസ് ലെഫ്റ്റ് എത്രയായിരിക്കും? 90 മൈനസ് 14. അതായത് ഇത് ടോട്ടൽ 19 എണ്ണം ഉണ്ട്. 19ൽ നിന്ന് 14 എണ്ണം പോയി വിറ്റു. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയായിരിക്കും? അപ്പൊ ഇത് കണക്ക് കൂട്ടാൻ നമ്മൾ മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഈ ബോക്സിൽ 90 മൈനസ് 14 which is equal to എത്രയാണ്? 4 കഴിഞ്ഞാൽ 5 6 7 8 9 5. അപ്പൊ ബാലൻസ് എന്ന് പറയുന്നത് എത്ര ഡോൾസ് ആണ്? 5 ഡോൾസ് ആണ്. ഇനി ഡോൾസ് ജോജി മെയ്ഡ് ആണെങ്കിലോ ജോജി എത്രയാണ്? 17 എണ്ണം ജോജി ഉണ്ടാക്കി. 17 എണ്ണത്തിൽ 15 എണ്ണം വിറ്റു. അങ്ങനെയാണെങ്കിൽ ഡോൾസ് ലെഫ്റ്റ് 17 മൈനസ് 15 17 മൈനസ് 15 5 കഴിഞ്ഞാൽ 6 7 0. അപ്പൊ എത്രയാണ്? ടുഗദർ അല്ല 2 ആണ്. ഹൗ മെനി ഡോൾസ് ആർ ലെഫ്റ്റ് വിത്ത് ബോത്ത് ഓഫ് ദം? അപ്പൊ രണ്ടും കൂടി എത്രയാണ് ഡോൾസ് ലെഫ്റ്റ് ആയത്? അപ്പൊ സെബിയുടെ കയ്യിൽ 5 എണ്ണം, അതുപോലെ ഇതാരാണ്? ജോജിയുടെ കയ്യിൽ 2 എണ്ണം. അപ്പൊ 5 പ്ലസ് 7 2 7 ഡോൾസ് ആണ് ഇനി ബാക്കി വിൽക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം നമ്പർ ഓഫ് ഡോൾസ്. ഹാവ് യു സീൻ ദ നമ്പർ ഓഫ് ഡോൾസ് സെബി ആൻഡ് ജോജി മേഡ്? സെബി ഫസ്റ്റ് ഡേ 12 ഡോൾസ്, സെക്കൻഡ് ഡേ 7 ഡോൾസ്. ജോജി ആണെങ്കിൽ ഫസ്റ്റ് ഡേ 6ഉം സെക്കൻഡ് ഡേ 11ഉം. മേക്ക് ദ കറക്റ്റ് വൺസ് വിത്ത് ടിക്ക്, ദ റോങ് വിത്ത് ഫാൾസ്. അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത്? ടിക്ക് ഇടുക, തെറ്റായിട്ടുള്ളത് ഇൻഡു ചെയ്യുക. ജോജി മേഡ് 6 more dolls than Sebi in the first day. അപ്പൊ എന്താ പറയുന്നത്? ജോജി ഉണ്ടാക്കിയിട്ടുള്ളത് സെബി ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയതിനേക്കാൾ 6 ബോൾ കൂടുതലാണ്. ജോജി മേഡ് 6 more dolls than Sebi in the first day. അപ്പൊ
ഫസ്റ്റ് ഡേ സെബി ഉണ്ടാക്കിയതിനേക്കാൾ 6 ബോൾ കൂടുതലാണ് ജോജി ഉണ്ടാക്കിയത്. തെറ്റാണല്ലേ? സെബിയാണ് 12 എണ്ണം, ജോജി വെറും 6 എണ്ണേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. ജോജി made 6 more. ജോജി more ആണെന്നാ പറഞ്ഞിട്ട്, more അല്ല, ലെസ് ആണ്. അപ്പൊ അത് തെറ്റാണ്. The number of dolls Joji made in 2 days is 3 less than 20. അപ്പൊ എന്താണ്? ജോജി ഉണ്ടാക്കിയ ബോൾസ് 2 ദിവസത്തെയും കൂടി കൂട്ടുമ്പോ അത് 20ൽ നിന്ന് 3 കുറച്ചതാണ്. അപ്പൊ നമുക്ക് കൂട്ടി വെക്കാം. 11 + 6. 6 കഴിഞ്ഞാൽ 7, 17. അപ്പൊ 20ൽ നിന്ന് നമുക്ക് 17 കുറക്കുമ്പോ 3 ആണ് കിട്ടുക. അപ്പൊ എന്താണ്? ഇത് കറക്റ്റ് ആണ്. ജോജി made more dolls in 2 days. ഈ 2 ദിവസം ആരാണ് കൂടുതൽ ഡോൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്? ജോജി ആണെന്നാണ് ഇതിൽ പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം. സെബി എത്ര? സെബി 12 + 7 ആണ്. 7 കഴിഞ്ഞാൽ 8, 9, 19 എണ്ണാണ്. ജോജി ആണെങ്കിലോ 17 എണ്ണാണ്. അപ്പൊ ജോജി made more എന്ന് പറയുന്നത് തെറ്റാണ്. സെബി ആണ് കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. Number of dolls Sebi made the first day is less than the number of dolls she made in the second day. അപ്പൊ എന്താണ്? Number of dolls Sebi day in the first day Sebi ഉണ്ടാക്കിയ dolls എന്ന് പറയുന്നത് less ആണ്. less than the number of second day നേക്കാൾ കുറവാണ്. അപ്പൊ അതും എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെബി ആൻഡ് ജോജി made the same number of dolls in the 2 days. ആണോ? നമ്മൾ കൂട്ടിയപ്പോ നമുക്ക് അങ്ങനെയല്ല കിട്ടിയത്. നമുക്ക് നോക്കി നോക്കാം ഒന്നും കൂടി. 12 + 7 എന്ന് പറഞ്ഞാൽ 7, 8, 9, 19 ആണ്. 11 + 6 എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പൊ രണ്ടും എന്താണ്? രണ്ടും ഈക്വൽ അല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. Let us make a shirt. നമുക്ക് എന്തുണ്ടാക്കാം? ഒരു ഷർട്ട് ഉണ്ടാക്കി നോക്കാം. See the shirt Sebi and Joji made. സെബിയും അതുപോലെ ജോജിയും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷർട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. Draw the same pattern on the right and make it prettier and color it. അപ്പൊ ഈ തന്നിരിക്കുന്ന പാറ്റേൺ ഉണ്ടല്ലോ, അപ്പൊ അത് എന്ത് ചെയ്യാന്ന് വെച്ചാല് അത് റൈറ്റിൽക്കും അതുപോലെ വരയ്ക്കുക. എന്നിട്ട് ആ ഷർട്ട് ഒന്ന് കളർഫുൾ ആക്കാനാണ് പറയുന്നത്. അപ്പൊ അത് കൂട്ടുകാർ നോക്കിയിട്ട് വരച്ചു നോക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വരയ്ക്കുക. എന്നിട്ട് ഷർട്ട് ഒന്നും കൂടി കളർഫുൾ ആക്കാനാണ്. അപ്പൊ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. ഓക്കെ, മേക്ക് എ ഷർട്ട് യൂസിങ് കളർ പേപ്പർ ആൻഡ് പേസ്റ്റ് ഇറ്റ്. അവര് കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് ഒരു ഷർട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ലെറ്റ് us write prices. നമുക്ക് പ്രൈസസ് എഴുതി നോക്കാം. We will paste the price stickers. What is the highest price? അപ്പൊ ഇതില് ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ഏതാണ് കൂട്ടുകാരെ? 19 ആണോ? ഓക്കെ, 19 ആണ് ഹൈയസ്റ്റ് പ്രൈസ്. സോ നമ്മൾ ഇവിടെ 19 എഴുതി കൊടുത്തു. Arrange these prices from the lowest to the highest. ലോവസ്റ്റ് ചെറുതീന്ന് വലുതേക്ക്. എന്താണ്? ലോവസ്റ്റ് ടു ഹൈയസ്റ്റ്, ചെറുതീന്ന് വലുതേക്ക്. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാല് നമുക്ക് നോക്കാം. ഇവിടെ 4 ഉണ്ട്. ഓക്കെ, അവിടെ 4 ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം 4 ആണോ 40 ആണോ എന്ന് വെച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്കിപ്പോ തൽക്കാലം 4 ആയിട്ട് എഴുതാം. 4, then നമുക്ക് 20 വരുന്നുണ്ട്, then നമുക്ക് 40 വരുന്നുണ്ട്, then നമുക്ക് ഏതാണ് 50 വരുന്നുണ്ട്. 50 കഴിഞ്ഞാലോ 59 വരുന്നുണ്ട്. 59 കഴിഞ്ഞാൽ പിന്നെ ഏതാ വലുത്? 75 വരുന്നുണ്ട്, പിന്നെ 85 വരുന്നുണ്ട്, 90 വരുന്നുണ്ട്. അപ്പൊ ഇത് 4 നമ്മൾ എടുക്കണ്ട, അത് 40 ആണ്. ഓക്കെ, കാരണം ഒരു ബോക്സ് കുറവല്ലേ. 90 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ചെറുത് കണ്ടുപിടിക്കുക, എന്നിട്ട് വലുതേക്ക് പോവാ. ഓക്കെ, അങ്ങനെ പറഞ്ഞെങ്കിൽ ഇനി ഇത് ഹൈയസ്റ്റ് ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി നേരെ തിരിച്ച് ചെയ്യുക. Sonu has a 50 rupees note and a 10 rupee note. Dolls of what all prices can he buy? സോനുവിന്റെ കയ്യിൽ എന്താ? ഒരു 50 രൂപ നോട്ടും ഉണ്ട്, ഒരു 50 റുപ്പി നോട്ട് ആൻഡ് 10 റുപ്പി നോട്ട്. ഡോൾസ് ഓഫ് വാട്ട് ഓൾ പ്രൈസസ്. അപ്പൊ എന്താ? 50 രൂപയുടെ മേടിക്കാൻ പറ്റും. പിന്നെ ഏതിന് മേടിക്കാൻ പറ്റും?
59ന്റെ മേടിക്കാൻ പറ്റും, 40ന്റെ മേടിക്കാൻ പറ്റും, 20ന്റെ മേടിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ ഏതിന്റെയൊക്കെയാണ് നമുക്ക് 20ന്റെ മേടിക്കാം സോനുവിന്, 40ന്റെ മേടിക്കാം സോനുവിന്, 50ന്റെ മേടിക്കാം സോനുവിന്, 59ന്റെ മേടിക്കാം. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? Can സോനു buy 2 balls? 2 balls മേടിക്കാൻ പറ്റുമോ? ഡോൾസ് മേടിക്കാൻ പറ്റൂല. 20 എണ്ണത്തിന്റെ 2 എണ്ണം മേടിച്ചാൽ 40 രൂപയേ ആവുള്ളൂ. അപ്പൊ നമുക്ക് സോനുവിന് അങ്ങനെ മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അപ്പൊ അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? യെസ്, സോനു ക്യാൻ ബൈ 2 dolls. എന്നിട്ട് അതിന്റെ കാരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. Let us stack the boxes. Look at the boxes of 2 stacked in 2 piles. Total number of boxes എത്ര എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഇത് 10 എണ്ണം ഉണ്ട്. ഇതാ 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. അപ്പൊ 10 പ്ലസ് 8 8 0 8 1 ഇങ്ങോട്ട് ഇറക്കിയിട്ടു 1. അപ്പൊ എത്രയാണ്? 18. ഇനി എന്താ? See the boxes stacked another way. വേറൊരു വേയിൽ സ്റ്റാക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എങ്ങനെ സ്റ്റാക്ക് ചെയ്താലും രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എത്രേ കിട്ടുള്ളൂ? 18 കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാകുമ്പോഴോ നമുക്ക് എണ്ണാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ 12 ആണ് ഇവിടെ. 12 എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് 6 ആണോ നോക്കാം. 1 2 3 4 5 6. അപ്പൊ 12 പ്ലസ് 6 ചെയ്ത 6 എത്ര? 6 കഴിഞ്ഞാൽ 7 8 18. അപ്പൊ നമുക്ക് 18 ആണ് കിട്ടുക. ഇനി നമുക്ക് വേറൊരു മെത്തേഡിൽ എങ്ങനെ ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? 17 പ്ലസ് 1 ഒരെണ്ണത്തിൽ 17 ആക്കാം, മറ്റേതിൽ 1 ആക്കാം. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 18 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 16 പ്ലസ് 2 ആക്കാം. ഇനി നമുക്ക് വേറൊരു തരത്തിൽ എങ്ങനെ ചെയ്യാം? 9 പ്ലസ് 9 ചെയ്യാം. അപ്പോൾ നമുക്ക് 18 ആണ് കിട്ടുക. ഇനി നമുക്ക് വേറൊരു തരത്തിൽ 14 പ്ലസ് 4 ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 11 പ്ലസ് 7 ചെയ്യാം. എല്ലാം ചെയ്താലും നമുക്ക് എന്താണ്? 18 കിട്ടണം. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇനി ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. Buy 2 rolls of thread and a needle. അപ്പൊ എന്താണ്? 2 റോള് ത്രെഡും ഒരു നീഡിലും മേടിക്കാൻ പറഞ്ഞിട്ട് മോൾക്ക് കാശ് കൊടുക്കാണ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. അച്ഛൻ കാശ് കൊടുക്കാണ്. 1 roll of thread is 10 rupees and a needle is 5 rupees. I want 1 roll of thread and two needles. Oh, made a mistake. Will I get 2 needles for the price of 1 roll of thread? Which cost more, 2 needles and 1 roll of thread or 1 needle and 2 roll of thread? നോക്കാം.